നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥരെക്കുറിച്ച് നമ്മൾ നിരവധി വീഡിയോ ചെയ്തിരുന്നു. DA, DR, ശമ്പള പരിഷ്കരണം, അതുപോലെ തന്നെ മെഡിസെപ്പ് തുടങ്ങി പിന്നെ അക്ഷയ പെൻഷൻ, ഇങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോകളിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും സർക്കാരിന് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ ഏപ്രിൽ 8-ാം തീയതി, ഇപ്പോൾ 9-ാം തീയതി ആയിരുന്നല്ലോ തെരഞ്ഞെടുപ്പ്, 8-ാം തീയതി ഹൈക്കോടതിയിൽ വീണ്ടും ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ DA സംബന്ധിച്ച് മറ്റേ യൂണിവേഴ്സിറ്റി ഫെഡറേഷൻകാർ കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കേസ് വീണ്ടും നീട്ടിവെച്ചു. അങ്ങനെ കേസുകൾ ഇങ്ങനെ വന്ന് നീട്ടിവെച്ച് പോകുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു കൗതുകമായ ഒരു കാര്യം എനിക്കറിയാൻ, ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ആരായിരിക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെയൊക്കെ കാര്യമെന്ന് ആരായിരിക്കും ജയിക്കുക? എന്താണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു അഭിപ്രായം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നന്ന രസകരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്ത്, ഇപ്പം നിങ്ങൾ ഫേക്ക് ഐ ഡി ആണല്ലോ, കറക്റ്റ് ഐ ഡി ഒന്നും അല്ലല്ലോ. നിങ്ങളുടെ കറക്റ്റ് എന്ന ഐ ഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് ഇൻ്റലിജൻസ് പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്ത്? UDF-നാണോ BJP-ക്കാണോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല ജനാധിപത്യത്തിൽ. എന്നാലും ഒരു കൗതുകത്തിന് നിങ്ങളുടെ വോട്ട് ആർക്കാണ് പോയത്? അതുപോലെ തന്നെ UDF-ന് എത്ര സീറ്റ് കിട്ടും, BJP-ക്ക് എത്ര സീറ്റ് കിട്ടും, LDF-ന് എത്ര സീറ്റ് കിട്ടുമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെർസ്പെക്ഷൻ എന്താണെന്നുള്ളത് പറയണം. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരമ്പര തന്നെ സർവീസ് സ്റ്റോറി എന്ന പേരിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് അധികം ആളുകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെ കൺസൾട്ടൻസ് പോലെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും വന്ന് ചോദിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പലരുടെയും സഹായം എടുത്തേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ഫീസൊക്കെ തരാമെന്ന് പറയും. പക്ഷേ അവസാനം കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർ ഫോണും എടുക്കത്തില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ 13% DA ഒക്കെ എല്ലാവർക്കും കിട്ടി കേട്ടോ. എന്നിട്ട് നമ്മളാരെയും ഇങ്ങോട്ട് കണ്ടില്ല. നിങ്ങളെല്ലാവരും അന്നൊക്കെ പറഞ്ഞത് സാറിനെ കാണുമെന്നൊക്കെയാണ്. പക്ഷേ 13% DA എന്തായാലും നിങ്ങൾക്ക് കിട്ടി ഈ മാസം, ഏപ്രിൽ മാസം. ഇനി 8 DA ആണ് കിട്ടാനുള്ളത്. 8 പ്രാവശ്യം തരണം. 8 ഗഡുക്കളായി തരേണ്ട DA ആണ് കിട്ടാനുള്ളത്. DR-ഉം അത് കിട്ടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഓർഡർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആ ഓർഡർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ മെയ് 4-നകത്ത് അങ്ങനെ ഒരു ഓർഡർ വരുമോ? വരാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ മെയ് 4 കഴിഞ്ഞ് ആദ്യം വരുന്ന ഗവൺമെൻറ്റിന് ആദ്യത്തെ പണി ഈ 8 ഗഡുക്കളിൽ ആദ്യത്തെ ഗഡു എന്ന് കൊടുക്കും, തുടർന്നുള്ള ഗഡുക്കൾ എന്ന് കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഉത്തരവിറക്കുക എന്നുള്ളതാണ്. എന്തായാലും 13% DA നിങ്ങളെല്ലാവർക്കും കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. DR കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കമ്മീഷനൊക്കെ നമുക്ക് അയച്ചു തരണം. നമ്മുടെ വാട്സപ്പ് നമ്പറും പിന്നെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും കാശൊക്കെ അയച്ചു തരണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്? ഏത് മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറയണം. സർവീസ് സംഘടനയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ പെൻഷൻകാരെ ബാധിക്കുന്ന, അല്ലെങ്കിൽ കരാർ ഉദ്യോഗസ്ഥരെ ബാധിക്കുന്ന, ഇപ്പം അംഗനവാടികളുടെ വിഷയങ്ങൾ നമ്മൾ 90-ഓളം വീഡിയോസ്, പല വിഷയങ്ങൾ, അംഗനവാടിക്കാരുടെ വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. വലിയ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നഴ്സുമാർക്ക് വേണ്ടി വീഡിയോ ചെയ്തു. എനിക്ക് തോന്നുന്നു സ്ത്രീ തൊഴിലാളികൾക്കും എല്ലാവരുടെയും, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ധാരാളം വീഡിയോസ് ചെയ്തു നമ്മൾ. അങ്ങനെ അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ വീഡിയോ ഒരുപാട് ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മളെ അറിയിച്ചാൽ സർവീസ് സ്റ്റോറിയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഉൾപ്പെടുത്തി ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ടുകളാണ് ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ മെയ് മാസം 5-ാം തീയതി മുതൽ നമ്മൾ പുതിയ ഗവൺമെൻറ് വരും. ആരായി വന്നാലും, X വന്നാലും Y വന്നാലും നമുക്ക് ഒരേ പാറ്റേൺ ആണ്. അല്ലാതെ ബാലഗോപാൽ ജയിച്ചു വന്ന് വീണ്ടും ബാലഗോപാൽ വന്ന് അധികാരത്തിൽ വന്നാൽ ബാലഗോപാൽ ചെയ്യുന്ന ശരി തെറ്റുകളെ ആയിരിക്കും നമ്മൾ ന്യായീകരിക്കുകയും, ശരികളെ ന്യായീകരിക്കുകയും തെറ്റുകളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇനി അപ്പുറത്ത് UDF-ൻ്റെ ആരെങ്കിലും ആണ് വന്നാൽ, BJP എന്തായാലും ഭരണത്തിൽ വരാൻ സാധ്യതയില്ലല്ലോ, UDF-ൻ്റെ ആരെങ്കിലും വന്നാൽ അതിനൊരു ധനകാര്യമന്ത്രി ഉണ്ടായാൽ, അത് കേരള കോൺഗ്രസ് ആയാലും ലീഗായാലും ആരായാലും വന്നാൽ അവർ ചെയ്യുന്ന ശരി തെറ്റുകളെ നമ്മൾ ശരികളെ ന്യായീകരിക്കുകയും തെറ്റുകളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ അപ്രോച്ചാണ്. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, UDF വന്നാലും ചെയ്യും. കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കുന്ന കാര്യം കൊണ്ടുവന്നാൽ അത് നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കും. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പക്ഷമായിട്ടൊരു നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഓരോ വീഡിയോസിനും വലിയ റീച്ചുണ്ട്, വലിയ അംഗീകാരം കേരളത്തിൽ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ DA എന്ന് കൊടുക്കും, മാറ്റിവെച്ച കേസ് എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. ഞാനൊരു കൂട്ടായ്മ ആലോചിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ സർവീസ് രംഗത്ത് നിൽക്കുന്നവർ, പെൻഷൻ പറ്റിയവരെല്ലാം ഈ കൂട്ടായ്മയിലേക്ക് വരണം. നമുക്ക് ഒന്നിച്ച് വീണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എല്ലാ കാലവും ഞങ്ങളുണ്ട്, ഇപ്പോഴും ഞങ്ങൾ വരും എന്നുള്ള കാര്യം നിങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളോട് സഹകരിക്കുക. എല്ലാ അർത്ഥത്തിലും ആളും അർത്ഥവും സഹായവും സമ്പത്തും എല്ലാം തന്ന് നമുക്കൊരു കൂട്ടായ്മയിലൂടെ വളരണം ഈ ചാനൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതുവരെ അങ്ങനെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് പറയുന്നു, ഈ ചാനൽ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം.
പിന്നെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് കൂട്ടിത്തരണം. ഇപ്പോൾ 53,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതൊരു മാന്യമായ സബ്സ്ക്രൈബ്, പക്ഷേ അതൊരു 1 ലക്ഷത്തിലേക്ക് കൊണ്ടുപോകണം. സബ്സ്ക്രിപ്ഷൻ കൂട്ടിത്തരണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പരമാവധി വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് പുതിയ പുതിയ DAയുടെയും DR-ൻ്റെയും ശമ്പള പരിഷ്കരണത്തിൻ്റെയും സർവീസ് ആനുകൂല്യങ്ങളുടെയും വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും തുടരാം. നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഓരോ പ്രശ്നവും പരിഹരിക്കുന്നതിന് എനിക്ക് ധാരാളം ആളുകൾ, ഒരു പരിചയമില്ലാത്ത ധാരാളം ആളുകൾ, വളരെ വലിയ ജോലിയിലൊക്കെ ഇരുന്ന് റിട്ടയർ ആകുന്ന ആളുകൾ വരെ ഈ നമ്മുടെ വീഡിയോ കാണുന്നു, അവർ ഷെയർ ചെയ്യുന്നു. വലിയ സന്തോഷം. എന്തായാലും നിങ്ങളുടെ വോട്ടിങ്ങുമായി ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഏതൊക്കെ സ്ഥാനാർത്ഥി ജയിക്കും അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ പ്രഡിക്റ്റ് ചെയ്യാം. എല്ലാം ചെയ്യുക. അതിനവസരമുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്.